പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഡെസ്ക്ജെറ്റ് മോഡൽ പ്രിന്ററായ കനോൺ പിക്സിമ TS307 ആണ് പ്രിന്ററിൽ എങ്ങനെ കാറ്റേജ് ഇൻസേർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാറ്റേജ് എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. കനോണിൻ്റെ ഈ ന്യൂ മോഡൽ പ്രിന്ററിൽ മഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും കാറ്റേജിലെ ഇങ്ക് തീർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ റീഫില്ല് ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ ബോർഡിന് കംപ്ലൈൻറ്റ് വരുന്നതാണ്. മാത്രമല്ല റീഫില്ല് ചെയ്താൽ അതൊരിക്കലും ഡിറ്റക്റ്റ് ആവുന്നതുമല്ല. അപ്പോൾ കാറ്റേജ് മാറ്റുക എന്നുള്ളത് മാത്രമാണ് അതിന് സൊല്യൂഷൻ ഉള്ളത്. പേപ്പർ വരുന്ന മുകളിലുള്ള ഈ ഡോർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കാറ്റേജ് ഒന്ന് ജസ്റ്റ് റൈറ്റ് സൈഡിൽ പോയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഈ പൊസിഷനിൽ വന്ന് നിൽക്കുന്നതാണ്. കാറ്റേജ് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കുക, ഈ ഒരു സീരീസ് അതായത് കളറിനാണെങ്കിൽ 746 ബ്ലാക്കിനാണെങ്കിൽ 745 സീരീസ് കാറ്റേജാണ് ഈ മോഡൽ പ്രിൻ്ററിന് വരുന്നത്. കാറ്റേജ് റിമൂവ് ചെയ്യൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് അതൊന്ന് ബ്ലാക്ക് കാറ്റേജുമ്പോൾ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോക്ക് ഓപ്പൺ ആയാണ്ട് നമ്മളെ കയ്യിലേക്ക് ഇതേപോലെ വരുന്നതാണ്. കളർ എടുക്കലും അതേപോലെ തന്നെ സിമ്പിൾ തന്നെയാണ്. ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് ഇതേപോലെ പുറത്തോട്ട് വരുന്നതാണ്. 3 ടൈപ്പ് കാറ്റേജാണുള്ളത്. സ്മാൾ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഉണ്ട്, ഡബിൾ എക്സൽ ഉണ്ട്. നോർമലി സ്റ്റാൻഡേർഡോ സ്മാളാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുള്ളൂ. അപ്പോൾ പുതിയ കാറ്റേജ് എടുത്തതിന് ശേഷം അതിൻ്റെ ഓറഞ്ച് സ്റ്റിക്കറെല്ലാം റിമൂവ് ചെയ്യുക. എന്നിട്ട് കറക്റ്റ് ആ സ്ലോട്ടിലോട്ട് നിങ്ങൾ ഏതാണോ ഫില്ല് ചെയ്യുന്നത്, ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക്, കളറാണെങ്കിൽ ബ്ലാക്ക് കളർ, എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യണം. ആ ലോക്ക് ചെയ്യാൻ വിട്ടു പോകരുത്. വീഡിയോയിൽ ശ്രദ്ധിക്കുക. കാറ്റേജ് ആ സ്ലോട്ടിലോട്ട് വെച്ചു, എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതേപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ ലോക്ക് ആവുന്നതാണ്. ഒരിക്കലും ലോക്ക് ചെയ്യാതെ ഈ ഡോറ് ക്ലോസ് ചെയ്യരുത്. ആ ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പവർ ലൈറ്റ് ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. കുറച്ച് നേരത്തെ ഒരു ലോഡിങ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പവർ ലൈറ്റ് സ്റ്റഡി ആയി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആണെന്നാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വാണിംഗ് മെസ്സേജ് ഓൺ ആവുന്നതാണ്. പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ്റ് ചെയ്ത് വരികയുമില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നോർമൽ കേസിലാണെങ്കിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് കൊടുത്താൽ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും നിങ്ങൾ കാറ്റേജ് മഷി കഴിഞ്ഞാൽ റീഫില്ല് ചെയ്യാൻ ശ്രമിക്കരുത്. അത് നിങ്ങളുടെ ബോർഡിന് കംപ്ലൈൻറ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.